വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾ ഒമാനിൽ നിന്ന് നേരെ ദുബായിലേക്ക് വിടുകയാണ്. ഇവിടെ ഈദ് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ദുബായ് വിശേഷങ്ങളാണ്. സമയം ഇപ്പൊ ഏകദേശം 10 മണിയാവാനായിട്ടുണ്ട്. ബൈ റോഡ് നമുക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ട്രാവലേ ഉള്ളൂ ദുബായിലേക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും. എന്നാൽ പിന്നെ നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങ് ദുബായിലേക്ക് പോവാം അല്ലേ? അങ്ങനെ നമ്മൾ ഒമാന്റെ ബോർഡർ എത്തിയിട്ടുണ്ട്. ഒമാനിൽ നിന്ന് ദുബായിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് വിസ എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ID കാർഡും പാസ്പോർട്ടും വിസയും ഒക്കെ ഒമാൻ്റെ ബോർഡർ പോസ്റ്റിൽ സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ആയാൽ മാത്രമേ പിന്നീട് നമുക്ക് മുന്നോട്ട് നീങ്ങാനാവുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ദുബായിയുടെ ബോർഡർ പോസ്റ്റിലാണ്. ഹത്ത ബോർഡറാണിത്. ഇവിടെയും നമ്മൾ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ദുബായിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ ദുബായിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് അൽസീഫിലേക്കാണ്. അവിടെയായിരുന്നു നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദുബായിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. കമ്പയർ ടു ഒമാൻ ദുബായിൽ നല്ല ട്രാഫിക് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ നേരിട്ട് ഏതായാലും കണ്ടു. ഈ കാണുന്ന ഹാംപ്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. കണക്ക് കൂട്ടി വരുമ്പോൾ 4 മണിക്കൂറല്ല 5 മണിക്കൂർ തന്നെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നേരെ റൂമിലേക്ക് വിടുകയാണ്. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. റെസ്റ്റ് എടുക്കണം, നൈറ്റൊന്ന് പുറത്തിറങ്ങണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെക്കിങ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. റൂം നമ്പർ 220 ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ റൂമായിരുന്നു ഇത്. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഔട്ട്സൈഡ് വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു അതും കണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ലഞ്ച് ഞങ്ങളൊരു ബർഗറിൽ ഒതുക്കി ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് സമയം റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നൈറ്റ് ഒന്ന് പുറത്ത് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ദുബായ് വ്ളോഗ്സായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.